മുംബൈയിൽ നിന്ന് നാസിക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. മുംബൈയിലുള്ള റോഡിലാണ്, ഹൈവേ ആണ്. മുംബൈ ഈ പാലം ഏതാണെന്നൊന്നും അറിയത്തില്ല, ഈ റോഡ് ഏതാണെന്ന് നമുക്കറിയത്തില്ല. ബോർഡും ഇല്ല, കാണുവാണെങ്കിൽ നോക്കിയിട്ട് പറയാം. നല്ല രസമുണ്ട്, റൈറ്റാണ്. അടൽ ബിഹാരി വാജ്പേയി ഇതാണ് അടൽ സേതു റോഡാണ്. അടൽ സേതു റോഡ് ഇത് പുതുസാ വന്നില്ലേ, അടൽ സേതു. കടലിന്റെ നടുവിലൂടെ ഉള്ള എന്താ റോഡ് ഇതായത് അടൽ സേതു ആണ് കേട്ടോ. അടൽ സേതു രസമുണ്ട് കാണാൻ. அந்த வழி தானே, இந்த வழி தானே காட்டினேன். இந்த வழி தான் காட்டுனேன். இனி எங்க இறங்கினதுக்கு வழி கிடையாது. டோல் பாஸ் இருக்கு. कैमरा था, ये पूरे कैमरा था. रोड इल्ले இருக்குது ரைட் வழி இருக்குது. പുതുസാ പണതില്ലേ അടൽ സേതു ഒറ്റ റോഡ് ഇതാ. ഇത് എങ്ക പോയി ചേരുന്ന ലാസ്റ്റ് പാർക്ക് സിഗ്നൽ എല്ലാമേ ടോൾ പാസ് അതാ. அந்த லொக்கேஷன் நல்லா பார்த்துடுவேன், அப்படியே തിരിച്ചില്ല ഇതല്ലയാ വഴി മാറി ലൊക്കേഷൻ ശരിയായി കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വഴി തെറ്റിയിരിക്കുകയാണ് മുംബൈയിൽ. അതിന് തിരിച്ച് നേരെ പോവാം. തിരിച്ചു പോയി വന്ന വഴി തന്നെ പോയി തിരിച്ചിറങ്ങി കമ്പനി പോയില്ല. നാസിക്കെത്തി, മുംബൈയിൽ നിന്ന് നാസിക്കെത്തി. ഇന്നലെ ബാക്കി വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു. കാഴ്ച കാണാൻ നല്ല രസമാണ്. നാസിക്കാണ്. വഴി ഒരു വകയ്ക്ക് കൊള്ളുമില്ല, റോഡെന്ന് പറയുന്നില്ല. മുഴുവൻ പണി നടക്കുന്ന കൊണ്ടും കൂടി മാത്രമാണ്. ഗ്ലോബൽ മഹേന്ദ്രയുടെ എന്താ ഇത്? മഹേന്ദ്ര റൈസ്
മഹേന്ദ്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നാസിക്. മഹേന്ദ്ര യൂണിവേഴ്സിറ്റി കാണുന്ന കേട്ടോ. ഇവിടെ മുഴുവൻ മരമാണ്. അതിൻ്റെ അപ്പുറേ കാണുന്നതാണ് മഹേന്ദ്ര ഹെൽത്ത് യൂണിവേഴ്സിറ്റി നാസിക്കിലെ. ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ല. മൊത്തം മഴയാണ്. നമ്മുടെ അവിടുത്തെ പോലെ ശക്തിയായ മഴയല്ല, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കും. ഒരു രക്ഷയില്ല. കയറി നിൽക്കുകയാണ്, ഒരു രക്ഷ. മുന്തിരി കൃഷി കേട്ടോ, മുന്തിരി 10 ലക്ഷം. ഹലോ, ഞങ്ങൾ ഇവിടുന്ന് നാസിക്കിൽ നിന്ന് ലോഡ് കയറ്റി ഇനി നേരെ പോകുന്നത് മുംബൈ ഭീവണ്ടിയിലേക്ക്. മുംബൈയിലും ഭീവണ്ടിയിലും 2 ലോഡുണ്ട്, 2 മെറ്റീരിയൽ എടുക്കാനുണ്ട്. അതും എടുത്ത് വേണം തിരിച്ചു പോകാൻ. തിരുപ്പൂരിറക്കി തേനിക്കാണ് ലോഡ്. അപ്പോൾ ഇവിടുന്ന് നാസിക്കിൽ നിന്ന് കയറ്റിയ ലോഡ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോളിസ്റ്റർ മെറ്റീരിയൽ നമ്മൾ മേടിക്കല്ലേ തുണികൾ, അതിൻ്റെ പ്ലാസ്റ്റിക്കാണ്. അത് പ്ലാസ്റ്റിക് കളർ കയറ്റിയാണ് നമുക്കത് കിട്ടണത്. അപ്പോൾ അത് ആ മെറ്റീരിയൽ, പിന്നെ നമ്മുടെ എക്സ്റേക്ക് എടുക്കുന്ന പ്ലാസ്റ്റിക് അതെല്ലാം കൂടെ അതാണ് ലോഡ്. അതെടുത്ത് തേനിക്കും. അപ്പോൾ ഇവിടുന്ന് നല്ല മഴയാണ്, ലോഡൊന്നും കയറ്റുന്ന എടുക്കാൻ പറ്റില്ല. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ്. അതുണ്ടോ പെയ്യണേ അതെല്ലാം. നാസിക്കിൽ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ നേരെ മുംബൈ ആണ്. ഇന്ന് രാത്രി 5 മണിക്ക് മുന്നേ മുംബൈ ഐരോളി എന്ന് പറയുന്ന സ്ഥലം കടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ കിടക്കാൻ പറ്റില്ല. 5 മണിക്ക് മുന്നേ കിടന്നാൽ മാത്രമേ അവിടെ കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നോ എൻട്രി ആണ്. അപ്പോൾ നേരെ വിടുവാണ്. നാളെ സൺഡേ ആണ്. അവിടെ ചെന്നാൽ ലോഡ് കയറ്റുമെന്ന് അറിയത്തില്ല, കയറ്റാം എന്ന് പറയുന്നു. അപ്പോൾ അത് കയറ്റിയിട്ട് ഭീവണ്ടി പോയി അടുത്ത ലോഡും കയറ്റി വേണം പോകാൻ. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ ഒരു ചൊവ്വാഴ്ചയിലും ആവും, ഇനി പ്രതീക്ഷിക്കാം. അപ്പം ഞങ്ങൾ പൊക്കോണ്ടേയിരിക്കുകയാണ്. ഏതാ ടൗണൊന്നും അറിയത്തില്ല. ഏതോ ഒരു ടൗണ്, നാസിക്കിൻ്റെ ഏതോ ഒരു ടൗണിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നു. വായിക്കാനൊന്നും കിട്ടുന്നില്ല. எந்த ஊரும் தெரியுமா? தெரியாதா? നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് അണ്ണൻ മഹേഷ് അണ്ണനാണ്. നമ്മൾ വണ്ടി മാറിയായിരുന്നു. 10 വീലെന്ന് മാറി 16 വീലായ, അല്ല 12 വീലായിരുന്നു വണ്ടി മാറി. അപ്പം നേരത്തെ ഓടിയിരുന്ന വണ്ടി നമ്മൾ മലയാളി തന്നെയായിരുന്നു, പ്രജിത്ത്. അപ്പം ഞാൻ വണ്ടി മാറിയപ്പോഴത്തേന് ഇതിൽ ഓടിക്കുന്ന അണ്ണനും ഞാനുമാണ്. അപ്പം അണ്ണൻ്റെ പേര് മഹേഷ്. അണ്ണനാണ് ഇപ്പോൾ അങ്ങോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇങ്ങോട്ട് വന്നപ്പം മുഴുവൻ ഞാൻ ഓടിച്ചു. ഇനിയിപ്പം അണ്ണൻ പകലങ്ങോട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കയറണം. ഏതായാലും രാത്രിയും പകലുമായിട്ടുള്ള ഓട്ടമില്ല. അപ്പം രണ്ടുപേരും മാറി ഓടും. നല്ല മഴയാണ്, പൊയ്ക്കൊണ്ടിരിക്കണം. മഴ പെയ്ത് കിടക്കാൻ നല്ല രസമാണ് കാണാൻ കേട്ടോ. സ്ഥലങ്ങളൊക്കെ എന്താ നല്ല ഭംഗിയായിട്ടിരിക്കും. കാഴ്ചക്ക് കാണാൻ നല്ലതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലത്തിറങ്ങാൻ പറ്റില്ല, ചെളിയാണ്. ഇങ്ങനെ ഈ അവസ്ഥ
മുന്തിരിയാട്ടോ, മുന്തിരി. ആ സൈഡിലെല്ലാം മുന്തിരി കൃഷിയാണ്. കായ്ച്ചിരിക്കാ മുന്തിരി, മുന്തിരി അല്ലയാ? ഏത്? പച്ചക്കറിലും ഇരിക്കുന്നല്ലേ? രണ്ടുമേ മുന്തിരിയും തന്നെ സുലുവേ. പച്ച കളറിലുള്ള മുന്തിരി ഇല്ല എന്താ? അതുപോലത്തെ അതാണ് സാധനം. കറുപ്പ് കളറ് ജ്യൂസൊക്കെ ഉള്ളതല്ലേ? ജ്യൂസൊക്കെ താ പോകുന്നത്. ஏதா அது தெரியல. அங்க பப்பாய் இருக்கு. பப்பாய் கிருஷி இருக்கு. ஆனா வெள்ளக்காயா? கடலை கடலை நிலக்கடலை. ஆமா ஆமா, நிலக்கடலை இருக்கு. இங்க இங்க இந்த ஏரியா பூரா கிருஷி தான். അതെ നിലക്കടലയാണ് കാണുന്നത്. നിലക്കടല, മുന്തിരി, പച്ചക്കളറിലുള്ള മുന്തിരി ഇല്ല, അതൊക്കെയാണ്. ഇത് കണ്ടത് മുഴുവൻ. അത് വേറെ, അത് പയറാണെന്ന് തോന്നുന്നല്ലോ. അത് പയറുതാ. പാവക്കയാ? പയറല്ല, പാവക്കയാണ്. നമ്മുടെ നാട്ടിലെ സൈഡില് ഇതുപോലെ നോക്കി വേലിയായിട്ട് കിട്ടിക്കുന്ന മാങ്ങ. പഴയ നമ്മുടെ നാട് പോലെ തന്നെ കേട്ടോ, പഴയ നാട്ടിൻപുറം പോലെ തന്നെ ഇരിക്കും. അതല്ല സൈഡിലെല്ലാം ആൽമരത്തിന്റെ ഭംഗി നോക്കിയ റോഡ് സൈഡ് മുഴുവൻ ഇത്. നല്ല റോഡ് 10 പൈസയ്ക്ക് കൊള്ളൂല്ലോ കേട്ടോ ഇങ്ങോട്ടുള്ള. മഹാരാഷ്ട്രയുടെ ഏകദേശം എല്ലാ റോഡുകളും ഇതേ അവസ്ഥയാണ്. പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുക. വണ്ടി ഓടിക്കാൻ പോലും പറ്റത്തില്ല. 250 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഇന്നലെ ഞങ്ങൾക്ക് 9 മണിക്കൂർ എടുത്തു. മഴ കാരണം റോഡ് ഒട്ടും കാണത്തില്ല. 9 മണിക്കൂർ ഇന്നലെ ഓടിയെത്താനെത്തും. അത്രയും മോശമായിരുന്നു. അതിൻ്റെ കൂടെ ട്രാഫിക്കും എല്ലാ ബ്ലോക്കും. ഒരു വണ്ടി നിന്നില്ല, വണ്ടിക്കുള്ള അതായത് നടക്കുന്നത്. ആമാ, എന്നാ ഭംഗിയാണ്. ഒരു മലയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അയ്യ, കാണുന്നത് ബോർഡിനപ്പുറം കാണുന്നത് മുഴുവൻ മുന്തിരിയാണ്. മുന്തിരി കൃഷിയാണ് അങ്ങേറ്റമെല്ലാം. കൂടുതലതാണല്ലോ. ഇതുണ്ടോ, ഇത് ഉണ്ടാവും. ഈ നിരന്നിരിക്കുന്നത് പാടം പോലെ നിൽക്കുന്നത് അത് മുഴുവൻ കോളിഫ്ലവറാണ്. എന്തൊരു ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി. അതിൻ്റെ അപ്പുറം കാണുന്നത് മുഴുവൻ മുന്തിരി. എന്താ രസം. ആ മലയ്ക്ക് അറ്റം വരെ ഉണ്ട്, അടിഭാഗം വരെ ഇതന്നെ കൃഷി തന്നെ. നല്ല സൈഡിൽ കൂടെ ചെറിയ തെങ്ങെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് നിർത്തിയേക്കുന്നു. റോഡിൻ്റെ അവസ്ഥ കാണണേ, കണ്ടോളൂ. കണ്ടോ, ഈശ്വര. ഫ്രണ്ടിലത്തെ ലോഡ് ചവിട്ടിയാ നിൽക്കാതെ. ഫ്രണ്ടിലത്തെ ലോഡ് ചവിട്ടിയാ നിൽക്കാതെ. നല്ല പേരയ്ക്ക സൈഡ് വഴി ഇരിപ്പുണ്ട്. മഴയത്തെ കൃഷി. സൈഡ്
വളരെ ദയനീയം. എന്താ നിൽക്കുന്നതെന്ന് കണ്ടോ? ജമന്തിയാണ്, ജമന്തി തോട്ടമാണ്. പെട്ടെന്ന് വീഡിയോ എടുത്താം. ചെറിയൊരു തോട്ടം, അത് ചുറ്റൊരു നല്ല പച്ചപ്പാണ്, ഒരു രക്ഷയില്ലാത്ത. ആ കുന്നിൻ്റെ മുകളിലൊരു അമ്പലം, അതിൻ്റെ നടുക്കൂടെ ഒരു കാർ. രസമുണ്ടല്ലേ? ചെറിയ ഫാക്ടറികളാണ് എല്ലാ വീടുകളിലും ഉണ്ട്. റോട്ടിലൂടെ വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, അതാണ് പ്രശ്നം. എന്ത് രസമെന്ന് നോക്കി. വാ, നാസിക്ക് ഒന്ന് മുംബൈക്ക് പോകുന്ന വഴിയാട്ടോ. പണി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ എന്താ രസം. ഇതാണ് നേച്ചറിൻ്റെ
യൂക്കാലിയാണ്. യൂക്കാലി കൃഷി കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നു. യൂക്കാലി മരങ്ങൾ ഒത്തിരി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വഴിയുടെ അവസ്ഥ കണ്ടോളൂ, എന്താ രസം. വഴിയെന്ന് പറയാനില്ല, റോഡെന്ന് പറയാനില്ല, അതുപോലെ റോഡേ കിടയാറ്. അതിൻ്റെ കൂടെ മഴയും കൂടെ പെയ്ത നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. ശരിയും കൂടെ അങ്ങ് ചെല്ലുമ്പില്ലാണേ, കൊഞ്ചം മുന്നാടി ചെന്നാ റോഡേ ഇല്ല, കുഴിതാ ഇருக்கு. റോഡിന്റെ രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ റോഡ് കാണാനാ ഭംഗിയില്ല. എന്താ சொல்லுங்க ரோഡ് എങ്കെ? അപ്പുറത്തെ സൈഡ് കോൺക്രീറ്റ് ചെയ്ത് വരുന്നുണ്ട്, இந்த സൈഡ് இங்க அடிக்கடி மழை பெய்யறதுனால ஆமா இந்த காரோட போட்டா நிக்க மாட்டேங்குது. அதனால கான்கிரீட் தான் நல்லா இருக்கு. கான்கிரீட்டே நிக்கிறது இல்ல. குஜராத் போட்டு இப்போ 2-3 மாசம். ஆமா ஆமா ஆமா, குஜராத் ரோடெல்லாம் போயிடுச்சு. ഇതിൻ്റെ എല്ലാം വിരസത മാറ്റാൻ നമുക്ക് ഈ സൈഡ് കാഴ്ചകളാണ് നമ്മളെ. ഉണ്ടോ എന്താ ഭംഗി കാഴ്ചകളാണ് കാണേണ്ടത്. മഴ പെയ്യുന്നോണ്ട് കേട്ടോ ഇത്രയും നല്ല പച്ചപ്പിൽ നമുക്കിതെല്ലാം കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം രണ്ടും ഉണങ്ങിക്കിടക്കും, ഒരു ഭംഗി ഉണ്ടാവാതെ.
എന്ത് ഭംഗിയാണ്. പക്ഷെ മുഴുവൻ പച്ച വിരിച്ച് കിടക്കുന്ന പച്ച പരവതാനിയാണ്. പച്ചക്കൊന്ന് നമ്മളിത് വേനൽക്കാലത്ത് വരുവാണെങ്കിൽ ഒരുമാതിരി കറുത്ത പാറ മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണാൻ സാധിക്കും. സൈഡിലെ മരങ്ങളെല്ലാം കൂടെ വന്നേ കാണാൻ പറ്റില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ഇതുപോലുള്ള വണ്ടികൾ രാത്രി വരുന്നെങ്കിൽ ഇത് ഈ അവസ്ഥയായിരിക്കും. പെട്ടെന്നായിരിക്കും ഇതുപോലുള്ള ഡിവൈഡറുകൾ വരുന്നത്. ഒരു രക്ഷ ഉണ്ടാവില്ല. ക്യാമറയിൽ കൂടെ ഞാൻ പറഞ്ഞ കുന്നതാണ് പച്ച വിരിച്ച് കിടക്കുന്നത്. പരവതാനി വിരിച്ച് കിടക്കുന്നവിടെ കണ്ടോ, എന്താ ഭംഗിയല്ലേ. അപ്പോൾ ഇതാണ് കോൺക്രീറ്റ് മെഷീൻ കേട്ടോ. ഇതാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീൻ. ഇപ്പം ഈ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് ഇത് ലെവൽ ചെയ്യുന്ന മെഷീൻ. മറ്റേത് കോൺക്രീറ്റ് ആകുന്ന, ഇത് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത്. റോഡിൻ്റെ അവസ്ഥ നല്ല അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഈ റോഡിലാണ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞ 9 മണിക്കൂർ 250 കിലോമീറ്റർ ഉള്ളൂ മുംബൈയിൽ നിന്ന് ഇവിടം വരെ, നവി മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട്. പക്ഷേ 250 കിലോമീറ്റർ ഒരു രക്ഷയില്ലായിരുന്നു. 9 മണിക്കൂർ എടുത്തു. കല്യാൺ ചൗക്ക് എല്ലാം കമ്പനികളാണ്. റോഡിൻ്റെ ഇരുവശത്തും ചെറിയ ചെറിയ ഫാക്ടറികൾ, എല്ലാം കമ്പനികളാണ്. ഷാലിമാർ പെയിന്റ്, ഷാലിമാർ പെയിന്റിന്റെ ഫാക്ടറി ആട്ടോ. നല്ലൊരു ബോർഡ് കാണിച്ചത് ടോൾ റോഡ് ഉണ്ട്. ഈ റോഡിന് നമ്മൾ ടോള് കൊടുത്തിട്ടാണ് പോകണം. നല്ല സൂപ്പർ വെജിറ്റബിൾസ്, ഫ്രഷ് വെജിറ്റബിൾസ് ക്വാളിറ്റി എന്നറിയാം വെജിറ്റബിൾ. നമ്മൾ അവരുടെ ഇവിടെ നിന്നൊക്കെ ചെറിയ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചാണ് നമ്മൾ ഫുഡ് വെക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ് കിട്ടും. ഇത് പോപ്പുലറിൻ്റെ മെറ്റൽ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയാണ്, ഔട്ട്ലെറ്റാണ്, ഫാക്ടറിയാണ്. നാസിക് കാഴ്ചകൾ അടിപൊളിയുണ്ട് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. വ്യവസായം എല്ലാം ഇവിടുത്തെ ധാബകൾ. ഈ നമ്മൾ വരുന്ന വഴി കണ്ടാണ് നമ്മുടെ ചന്ദ്രക്കൊലയുള്ള ധാബകൾ ചെറിയ ഇറച്ചി മീൻ കിട്ടും. ഇല്ലാത്ത ധാബകൾ ചെറിയ വെജിറ്റേറിയൻ മാത്രമേ കിട്ടും. അതാണ് ഇറച്ചി മീനും കിട്ടുന്നത്. ഇത് നോൺ വെജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധാബകൾ കയറിയ നോൺ വെജ് കിട്ടുന്ന ചന്ദ്രക്കൊല
ഉള്ള ചന്ദ്രകളല്ല പച്ച ലൈറ്റ് തെളിച്ചിട്ട് ചന്ദ്രകളയുടെ ചെയ്യാൻ പറ്റും. മുസ്ലിം ജനുണ്ട് എല്ലാ നക്ഷത്രമാണ്. അത് വെച്ച ഡാമുകളിൽ മാത്രമേ നോൺ വെജ് ഉണ്ടായിരിക്കൂ. അതൊരു പ്രത്യേകതയുണ്ട്. 120 രൂപയാണ് ഒരു പ്ലേറ്റ്. അത് ബീഫാണേലും അതെ, മട്ടൺ ആണേലും അതെ, ചിക്കൻ ആണേലും അതെ. റൊട്ടി എത്ര വേണേലും കഴിക്കാം. ഒരു പ്ലേറ്റിന് 1 രൂപ. റൊട്ടി കഴിക്കുക, ഇറച്ചി മീനും അല്ല ഇറച്ചിയാണേലും മട്ടനാണേലും ബീഫാണേലും അത് പോന്നുകൊണ്ടേയിരിക്കും. 2 പേർക്ക് ഒരു പ്ലേറ്റിന് 120 രൂപ. 2 പേരാണ് കഴിക്കുന്നത്. 2 പേര് ഒരുമിച്ച് കഴിക്കുവാണെങ്കിൽ 180 രൂപ. കറി ഇങ്ങനെ പോന്നുകൊണ്ടേയിരിക്കും. റൊട്ടി മാത്രം പൈസ കൊടുത്താൽ മതി. അല്ല റൊട്ടിയില്ല, രണ്ടിനും കൂടെ 120 രൂപ. എത്ര വേണേലും കഴിക്കാം. മതിയാവുന്നുള്ള കഴിച്ച് നിർത്താം. ഒരാൾക്കാണ് 120 രൂപ. അത് എന്തോരം വേണേലും കറി വരും, റൊട്ടിയും വരും. കഴിക്കുക, രസമാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ഇല്ലേന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ കഴിച്ചെല്ലാവരും ആർമാദിക്കും. ഒറ്റ ദിവസമേ കട കാണും. ഞങ്ങളെക്കുള്ള ഡ്രൈവേഴ്സിനൊക്കെ വളരെ ഉപകാരമാണ്. ചെലവ് ചുരുക്കി യാത്ര സമ്പാദിച്ച് വീട്ടിലേക്ക് കൊടുക്കാം. ചിലവാക്കാനല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ എന്താ പറയുക ഡെലിവറി ഏരിയാസുകളാണ്. ഇന്ന് ഞങ്ങൾ പോയ കമ്പനിയിൽ തൃശ്ശൂരുകാരനൊരാളുണ്ടായിരുന്നു ജോലി, നാസിക്കിൽ. നമ്മുടെ നാട്ടിൽ ജോലിയില്ല, ഇവിടെ വന്നാണ് അവർ ജോലി ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലൊരു വ്യവസായ ഒരു കമ്പനിയൊന്നും ഇല്ല. മൊത്തം മഴയാണ്, രക്ഷയില്ല. എന്താ രസം നോക്കി കണ്ടോ. வெள்ளம் ஏறுமா இங்க அண்ணே? இங்கே உருள் போட்டுமா போக முடியுமா அங்க? மழை இதெல்லாம் ஆமா ஆமா ஆமா. கடல் சொல்ல முடியாது. போன வயசுல இல்லையா மும்பையில தண்ணி ஏறியாது இல்லையா மழை பெய்தப்ப? രണ്ട് സൈഡിലും വെള്ളം കയറി നിൽക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലും വെള്ളം കയറി നിൽക്കുകയാണ്. അതിന്റെ നടുവൂടെയാണ് നമ്മൾ പോകുന്നത്. അത് இந்த கூடாரம் இருக்கு இல்லையா, அது இருக்கிறதுக்காக ஷெட் இல்லையா, ഇത് വ്യൂ പോയിന്റ് ആണ് കേട്ടോ. റിസോർട്ടുകളൊക്കെ ഉണ്ട്. ചെറിയ PR6 ഫാം. ചെയ്തിട്ടേ ഇരിക്കണം. വണ്ടി ഓടിയൊക്കെ 60 ഉറുപ്പായിരുന്നു. പാർക്ക് മഴ പെയ്ത് കണ്ട എപ്പിടിയിലേക്ക് എന്ത് രസം നോക്കിയേ. നല്ല മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഭയങ്കര മഴയാണ്. കാറ്റടിച്ച്
ഇത് മഴയിൽ വെള്ളം കയറി വന്ന കേട്ടോ ഇത്. അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും ഇവിടെ വെള്ളമില്ല. ഇന്നലെ രാത്രി പോകുമ്പോൾ ഒന്നും ഇവിടെ ഇത്രയും വെള്ളമില്ല. അതുപോലെ തന്നെ നിൽക്കുമായിരുന്നു. ഇതിന് ഇന്നത്തെ ഈ മഴയിൽ വന്നേക്കുന്ന വെള്ളമാണിത്. അങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം മറ്റേ പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുകയല്ലേ, പുൽപ്പാടം പോലെ, അതുപോലെ നിൽക്കുമായിരുന്നു. ഇതിപ്പോൾ ഒറ്റ മഴയിൽ വന്ന വെള്ളമാണിത്. ഇതെല്ലാം നെല്ല് കൃഷി ചെയ്തിരുന്നതാണ് ഇവിടെ അല്ലേ, അത് കണ്ടില്ലേ? അതെല്ലാം നെല്ല് കൃഷി ചെയ്തിരുന്നതാണ്. ഇതെല്ലാം വെള്ളം കയറി, എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. എന്താ എല്ലാം വെള്ളം കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വെള്ളത്തിലായിട്ട്. മഴത്തെ അവസ്ഥ കഴുകുകയില്ല. ഇത്രയും വൃത്തികെട്ട അവസ്ഥ ലോകത്ത് കാണിയല്ല. എന്തോ സൈഡിലെ നോക്കിയാൽ മല കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. அண்ணே இது காணும்போ அங்க எப்படி இருக்கும் தெரியாது. அந்த சுரம் இறங்கலையா, நல்லா இருக்கும். கடல் தண்ணி இல்ல, നമ്മളെ നൈറ്റ് പോലെയാ. அந்த டைம் இது தண்ணி இல்ல, எல்லாமே நெல் இருக்கு. இது முழுசா தண்ணி ஏறி இருக்கு. கடல் மாறி இருக்கு. മൊത്തം വെള്ളമായിട്ടോ, ഒരു രക്ഷയില്ല. കൃഷിയെല്ലാം പ്രശ്നമായി. വെള്ളം കയറിക്കൊണ്ടിരിക്കണം. അവർ കാണുന്ന സെന്ററിൽ കാണുന്ന കരിമ്പ് കൃഷിയാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനെ കരിമ്പ് നെല്ല് അത് മാത്രമേ ഉള്ളൂ. ഒരു ഫിലിപ്സാണ്, അത് കണ്ടോ, ഓട കയറി നിൽക്കുകയാണ്. കാരണം നല്ല ഡ്രൈവ് തന്നെ, ടൗൺ ഭാഗത്ത് ഡ്രൈവ് பண்ணுவோம். കാരണം നല്ല മൂടില്ല. ഫോണിലെല്ലാം നോക്കിയേ പുള്ളി വണ്ടി ഓടിക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളെ പോലെ അത്ര വലിയ എല്ലാ നിയമങ്ങളും നോക്കി വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. പിന്നെ വേറെ മാർഗമില്ല. ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. എല്ലാം ശരിയാവും. നിന്ന് നോക്കി കാഴ്ച നോക്കിയേ. മൊത്തം കോട കയറി. ഇപ്പോഴത്തെ മഴയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒന്നും കാണുന്നില്ല. ഓർണിക്കേറ്റർ ഇട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചുരം ഇറങ്ങാൻ തുടങ്ങുവാണ്. അത് നല്ല ചുരമാണ്. നല്ല കോടയാണ്. കോടയല്ല, മഴ കാരണമേ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. നല്ല കാഴ്ച മങ്ങുന്ന മഴയാണ്.
സിഗ്നല്ല, മഴ കാരണം ഒന്നും കാണാൻ പറ്റാത്ത. ഇങ്ങനെ പോകുക. അപ്പോൾ ശരി, കുറച്ച് കഴിഞ്ഞ് കാണാം. ഇത് ഇറങ്ങണ്ട കേട്ടോ, ഞാനായിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ അത് വീഡിയോ ഇതും കൂടെ എടുക്കിച്ച് നടക്കില്ല. ഇവിടെ ഇതും കൂടെ അതുകൊണ്ട് നിർത്താം.